ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഈ അറേ കണ്ടീഷൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്ത് റിസൾട്ട് എടുക്കുന്നതാണ്. നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഫിൽട്ടർ എന്നാണ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് പറയുക, ഇവിടെ കർലി ബ്രാക്കറ്റിനകത്ത് ഓരോ റോ ആഡ് ചെയ്യാം. സോ നമ്മുടെ സ്റ്റുഡൻസ് ഒബ്ജക്റ്റ് അറേ റെഡിയായി. ഇനി നമുക്ക് ഈ സ്റ്റുഡൻസിൻ്റെ നെയിംസ് മാത്രം ഒന്ന് കളക്ട് ചെയ്യാം വേറൊരു അറയിലോട്ട്. ലെറ്റ് നെയിംസ് എന്ന് പറയാം. നമുക്കിവിടെ സ്റ്റുഡൻസ് ഡോട്ട് മാപ്പ് എന്ന് പറയാം. അപ്പോൾ അതിനകത്തുനിന്ന് അത് ലൂപ്പ് ചെയ്യും, ഈച്ച് സ്റ്റുഡൻറ്റിനെ ലൂപ്പ് ചെയ്യും. അപ്പോൾ ആ ഈച്ച് സ്റ്റുഡൻറ്റിന് നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം ഇങ്ങനെ എടുക്കാം. സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം എന്ന് പറയാം. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഐ ഡി കൊടുക്കാം, റിസൾട്ട് എന്ന്. ഇതിനകത്ത് നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്യാം. നെയിംസ് ഇവിടെ ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ആ റിസൾട്ട് ഒന്ന് നോക്കാം. ഇപ്പം നമുക്ക് കാണാം എല്ലാ സ്റ്റുഡൻറ്റിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. റിസൾട്ട് ഡിവിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് രണ്ട് ബട്ടൺ വയ്ക്കാം. ഒന്ന് പാസ് എന്നും മറ്റൊന്ന് ഫെയിൽ എന്നും. അപ്പം നമുക്ക് ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്, പാസ് ബട്ടണെ ക്ലിക്ക് ചെയ്താൽ പാസ് എന്ന് വരണം, ഫെയിൽ ബട്ടണെ ക്ലിക്ക് ചെയ്താൽ ഫെയിൽ എന്ന്. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ കൂടെ വയ്ക്കാം, ഓൺ ക്ലിക്ക്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ പേര് ഫിൽട്ടർ സ്റ്റുഡ്സ് എന്ന് വയ്ക്കാം. ഇതേപടി നമുക്ക് അടുത്തതിലും കോപ്പി ചെയ്യാം. പക്ഷേ ഇത് രണ്ടും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യണം, പാരാമീറ്റർ പാസ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടുക, ഒരു ആരോ കൊടുക്കുക, പാസ് എന്നുള്ള പാരാമീറ്റർ. അതുപോലെ ഇവിടെ നമുക്ക് സെയിം ഫംഗ്ഷനാണ് പാസിനും ഫെയിലിനും ബട്ടൺ ആക്ഷനും കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാരാമീറ്റർ വെച്ചിട്ടാണത് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇവിടെ കോൺസ്റ്റ് ഫിൽട്ടർ സ്റ്റുഡ്സ് പാരാമീറ്റർ ഉള്ളൊരു ഫംഗ്ഷനാണ്. സോ ഇവിടെ നമുക്ക് റിസൾട്ട് എന്ന് കൊടുക്കാം. ആ പാരാമീറ്റർ പാസ് അല്ലെ ഫെയിൽ റിസൾട്ടിലോട്ട് വന്നോളൂ. ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഡോട്ട് റിസൾട്ട് ഈക്വൽസ് റിസൾട്ട് ആണെങ്കിൽ നമുക്കത് ARR നെയിംസിലോട്ട് സ്റ്റോർ ചെയ്യാം. ഡോട്ട് പുഷ് എന്ന് പറയുക, ഡോട്ട് നെയിം അതിലോട്ട് പുഷ് ചെയ്യാം. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലിമെൻറ്റ് ബൈ ID പറയാം. റിസൾട്ട് എന്ന് പറഞ്ഞ ഡിവ് ഉണ്ടല്ലോ, അതിലോട്ടാണ് നമ്മളുടെ റിസൾട്ട് വയ്ക്കുന്നത്. ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് പറയുക, ARR നെയിംസ് ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറയും. നമുക്ക് ആ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഇവിടെ എല്ലാ സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. പാസ്സേ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കണ്ട പാസ്സായ സ്റ്റുഡൻറ്റേ വന്നിട്ടുള്ളൂ. ഫെയിലെ ക്ലിക്ക് ചെയ്ത് ഫെയിലായ സ്റ്റുഡൻസ്.